welcome back to our channel. I am Sona and you're watching now Thaisa'S Little Secrets. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ പിരികത്തെ ത്രെഡ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം വീട്ടിലിരുന്ന് തന്നെ ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് ത്രെഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മിക്കവരും പാർലറിൽ പോയി ത്രെഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇനിയില്ല, നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ആരുടെയും സഹായം ഇല്ലാതെ നമുക്ക് ത്രെഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ പിരികം നിങ്ങൾ ഇതുവരെ ബ്ലേഡ് വെച്ചാണ് നിങ്ങൾ ഷേപ്പ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കുക. അതത്ര നല്ലതല്ല. അതിന് നല്ലത് നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്, ത്രെഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ത്രെഡ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ത്രെഡ് ചെയ്യുന്നതിനുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. സോ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടമാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പിരികം ത്രെഡ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ആദ്യം നമുക്ക് ത്രെഡാണ് മെയിനായിട്ട് ആവശ്യം. അപ്പോൾ ഞാൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പാർലറിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതില്ലാത്തവർക്ക് വീട്ടിലുള്ള നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഷാർപ്പായിട്ടുള്ള ത്രെഡായിരിക്കണം. ഓക്കെ, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സിസർ. ഓക്കെ, നിങ്ങൾ സിസർ എടുക്കുക. കുഞ്ഞ് സിസർ വേണം എടുക്കുക കേട്ടോ, ചെറിയത് വേണം എടുക്കാൻ. ഞാൻ ഇതുപോലുള്ള സിസർ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എടുക്കേണ്ടത് ചെറിയ നമ്മളുടെ ഐബ്രോസ് ഒക്കെ കോംബ് ചെയ്ത ടൈപ്പിലുള്ള ചെറിയ കോമ്പ് ഉണ്ടല്ലോ, അതെടുക്കണം. എൻ്റെ അങ്ങനത്തെ കോമ്പില്ല. ഞാനപ്പോൾ അതിൻ്റെ ഇതേപോലെയുള്ള കുഞ്ഞ് കോമ്പാണ് കണ്ടോ, ഇവിടെ ചെറിയ ടീത്ത് വരുന്ന കോമ്പാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനത്തെ കോമ്പ് എടുക്കുക. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഇങ്ങനത്തെ കോമ്പ് എടുക്കുക. പിന്നെ നമുക്കിനി ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നൂലും ആദ്യം എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നീളം കുറയാൻ പാടില്ല കേട്ടോ, അതിങ്ങനെ ഡബിളാക്കി എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ രണ്ടെണ്ട് കണ്ടോ, ഈ രണ്ടെണ്ട് കൂട്ടിക്കെട്ടണം. കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു സർക്കുലർ രീതിയിൽ ആക്കണം. ഈ ഒരു രീതിയിൽ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു രീതിയിലാക്കി എടുക്കണം. നിങ്ങളിപ്പോൾ ലെഫ്റ്റ് ഐബ്രോ ആണ് നിങ്ങൾ ത്രെഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഫിംഗർ വേണം മൂവി അയക്കാനായിട്ട്. ഞാൻ എന്താണ്ട് ഇങ്ങനെ രണ്ട് ഫിംഗർ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ രീതിയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലെഫ്റ്റ് ഐബ്രോ ആണ് നിങ്ങൾ ആദ്യം ത്രെഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ലെഫ്റ്റ് ഫിംഗർ മൂവ് ചെയ്യിക്കുക. ഇത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെക്കുക. ഓക്കെ, ഞാൻ ഇത് എന്ത് ചെയ്യണം, ഇങ്ങനെ സർക്കുലറിൽ വെച്ചിട്ട് ഇത് ടേൺ ചെയ്യണം. ഓക്കെ, ഈ ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 to 7 ടൈംസ് ചെയ്യണം, ടേൺ ചെയ്യണം. ഓക്കെ, അത്രയും മതിയാവും. ഓക്കെ, ഞാനിപ്പോൾ അത്രയും ടേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരിക. ഇത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് നോക്കുമ്പോൾ ഒരു 1:2 റേഷ്യോയിൽ നിൽക്കണം. ഇവിടുത്തെ ഗ്യാപ്പ് വലുതായിരിക്കണം, ഇവിടെ ചെറുതായിരിക്കണം. ഈ രീതിയിൽ നിൽക്കണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെയാണ് ഹെയർ എങ്കിൽ ഇവിടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇവിടെ വെച്ചതിന് ശേഷം ഈ ഫിംഗർ മൂവ് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പം അവിടെയുള്ള ഹെയർ റിമൂവ് ആയി പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, എങ്ങനെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഐബ്രോ പെൻസിൽ പറഞ്ഞത്. ഓക്കെ, ഐബ്രോ എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. വരച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് വരയുടെ മുകളിൽ നിൽക്കുന്ന ഹെയർസ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് കളയുക. അത് മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ത്രെഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ,
രണ്ട് സൈഡിലെയും മുകളിലെ ഭാഗം എടുത്തിട്ട് മാത്രം അടിയിലത്തെ ഭാഗത്തേക്ക് പോവുക. രണ്ട് സൈഡിലെയും മുകളിലെ എടുത്തിട്ട് അടിയിലേക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ ഷേപ്പിന് ഡിഫറൻസ് വരും. ഇപ്പം എൻ്റെ മുകളിൽ ഏകദേശം കഴിയാറായി. ഞാനിപ്പോൾ എന്താ ഇങ്ങനൊരു ഷേപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. ഈ സൈഡിലെ മുകളിലെ ഭാഗം ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സൈഡിലെ മുകളിലേക്ക് പോവാണ്, ഈ ഒരു ഭാഗത്തേക്ക്. ഇത് ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കോൺസ്റ്റൻ്റ് ആക്കി വെച്ച് ഇത് മൂവ് ചെയ്യിക്കുക. ഓക്കെ, അപ്പം ഇതാ ഇത് ചെറുതാക്കി ഇത് വലുതാക്കുക, ഇങ്ങനെ നോക്കാം. ഓക്കെ, മുകളിൽ രണ്ട് ഭാഗം എടുത്തു കഴിഞ്ഞ് ഇനി താഴേക്ക് എടുക്കണം. താഴെ എടുക്കുമ്പോൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ താഴെ ത്രെഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ അവിടെ മുറിയാൻ ചാൻസ് ഉണ്ട്. ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് പാർട്ടാണ്, അതുകൊണ്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് മാത്രം ആ ഭാഗത്ത് ത്രെഡ് ചെയ്യുക. അപ്പോൾ ഞാൻ രണ്ട് ഭാഗം ഓൾറെഡി ചെയ്തു. ഇനി ഞാൻ എൻ്റെ സെൻറ്റർ പോർഷനാണ് ചെയ്യാൻ പോകുന്നത്. സെൻറ്റർ പോർഷൻ ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പിടിച്ചതുപോലെ തന്നെ ഇതാ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഭാഗത്തും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതൊന്ന് ചീകിയിട്ട് ഇങ്ങനെ ലോങ് ആയിട്ടിരിക്കുന്നുണ്ടല്ലോ, ലോങ് ആയിട്ടിരിക്കുന്ന ഹെയർ ഒന്ന് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ എൻ്റെ റിസൾട്ട് ഇതാണ്. പിരികം ത്രെഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് ബൈ.